വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് ദ ആർട്ട് ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ഇൻ റിലേഷൻഷിപ്സ് എന്നാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു ടോപ്പിക് ആയിട്ടാണ് ഞാനിത് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ്? ഇമോഷണൽ ഇന്റലിജൻസിനെ പറ്റിയിട്ട് നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ നമ്മളെല്ലാവരും ഇന്റലിജൻസ് കോഷ്യന്റിനെ പറ്റിയിട്ട്, ഐക്യുവിനെ പറ്റിയിട്ട് നമ്മളൊക്കെ വളരെ ബോധേഡാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാത്ത ഒന്നാണ് നമ്മുടെ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഈ ഇമോഷണൽ ഇന്റലിജൻസ് ആണ് നമ്മുടെ റിലേഷൻഷിപ്സിനെ ഏറ്റവും സുദൃഢമാക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും വളരെ കുറച്ചു മാത്രം കെയർ ചെയ്യുന്ന ഒന്നായിട്ട് അത് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പല റിലേഷൻഷിപ്സും നമ്മളിൽ നിന്ന് തകർന്നു പോകുന്നതിലേക്ക് ഈ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് നമ്മളെ കൊണ്ട് ചെന്ന് എത്തിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കഥയിൽ നിന്ന് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ടോപ്പിക്. അപ്പോ റേച്ചലിന്റെയും മൈക്കിന്റെ ഒരു കഥയാണ്. അപ്പോ റേച്ചലും മൈക്കും അവര് 5 വർഷത്തോളമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചു വരികയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ള പ്രണയം അവരിലുണ്ട്. പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പ് തുടർന്നു കൊണ്ടുപോകാൻ അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം അവരുടെ മുന്നിലേക്ക് വരിക. അതായത് പരസ്പരം ബഹുമാനമുണ്ട്, പക്ഷെ പരസ്പരം പ്രണയമുണ്ട്. പക്ഷെ ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സ്ട്രഗിളിങ് അവരുടെ ലൈഫിൽ വരുന്നത്? പ്രധാനമായിട്ടും ഇവര് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത, ഒട്ടും ഫേവറബിൾ അല്ലാത്ത ഇമോഷൻസ് ഉള്ള സമയത്താണ് അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത്. അങ്ങനെ ഒരു മൊമെന്റിൽ അവർ തിരിച്ചറിയാണ്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് റേച്ചൽ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. നമുക്ക് ഈ ഒരു സംസാരം ഇവിടെ വെച്ച് നിർത്താം. ഞാനിപ്പോ ഒട്ടും ഓക്കെ അല്ല, കംഫർട്ടബിൾ അല്ല. നമുക്കിത് കഴിഞ്ഞിട്ട് ഞാനും ഓക്കെ ആവുമ്പോൾ നമുക്ക് ഈ ഒരു സംസാരം വീണ്ടും തുടരാമെന്ന് പറയാം. അങ്ങനെ അവര് കുറച്ചു നേരം ഒരു ബ്രേക്ക് എടുത്ത് റേച്ചൽ ഓക്കെ ആവുന്ന സമയത്ത് അവരുടെ സംസാരം വീണ്ടും ആരംഭിക്കുകയാണ്. അങ്ങനെ അവര് വീണ്ടും ആരംഭിച്ചപ്പോൾ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ സാധിച്ചു എന്ന്. അങ്ങനെ ഇവർ ആ ഒരു ആർഗ്യുമെന്റ് വരുമ്പോഴൊക്കെ ഓക്കെ അല്ലാത്ത സമയത്ത് ഇവർ പരസ്പരം സംസാരിക്കാണ്ടിരിക്കുകയും പിന്നീട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുന്ന ഒരു ഘട്ടത്തിൽ സംസാരിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഇത് അവരുടെ ജീവിതം എന്ന് പറയുന്നത് കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആക്കി തീർത്തു. കാരണം അവര് തമ്മിലുള്ള ആ സ്ട്രഗിളിങ് കുറഞ്ഞു വരാൻ തുടങ്ങി. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു റിലേഷൻഷിപ്സിലേക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സമയത്ത്, അല്ലെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വികാരമുള്ള സമയത്ത് നമ്മൾ സംസാരിക്കുക എന്നുള്ളതാണ്. അതിനെയാണ് നമ്മളൊരു ഇമോഷണൽ ഇന്റലിജൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു റിലേഷൻഷിപ്സിനെ, നമുക്കൊരു മനുഷ്യനെ ഒരു പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല. നമുക്കൊരു മനുഷ്യൻ എന്ന് പറയുന്നത് ശരിക്കും മനുഷ്യനെ തന്നെ, നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ ഒരുപാട് പരിമിതികളുണ്ട്, പോരായ്മകളുണ്ട്. പക്ഷെ നമുക്ക് ഒരാളുടെ ഇമോഷൻസിനെ, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സ്റ്റേറ്റിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതനുസരിച്ചിട്ട് നമുക്ക് അവരോട് സംവദിക്കാൻ പറ്റും. അങ്ങനെ സംവദിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ഒരു റിലേഷൻഷിപ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മാനുഷിക ബന്ധങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും അതിന്റെ പരമോന്നതിയിൽ എത്തുന്നത് എന്നാണ് തോന്നുന്നത്. കാരണം നമ്മുടെ ഏറ്റവും നല്ല റിലേഷൻഷിപ്സ്, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും നല്ല സുദൃഢമായിട്ടുള്ള ബന്ധങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് ആ ഇമോഷണൽ ഇന്റലിജൻസിന്റെ പുറത്താണ്. അല്ലെങ്കിൽ നമുക്ക് വൈകാരിക ബുദ്ധി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നു. ഓരോ സമയവും നമുക്ക് ഓരോ വികാരങ്ങളായിരിക്കും. സങ്കടം വരാം, സന്തോഷം വരാം. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കണം ആ ഒരു വികാരങ്ങളെ, അല്ലെങ്കിൽ മറ്റൊരാളുടെ വികാരത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ഒരാളുമായിട്ട് കംഫർട്ട് ആവുന്നത്. റിലേഷൻഷിപ്പ് ഏറ്റവും കംഫർട്ട് ആവുന്നത് നമ്മൾ മറ്റൊരാളെ മനസ്സിലാക്കുമ്പോഴാണ്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് ഡെവലപ്പ് ചെയ്യുക? പ്രധാനമായിട്ടും ഇതിനെ പറ്റിയിട്ട് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡാനിയൽ ഗോൾമാൻ ആണ് ഈ ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ്,
അല്ലെങ്കിൽ അതിന്റെ ആവശ്യകത എന്താ? അപ്പൊ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും നമുക്കൊരു 5 കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. 5 കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് ഒന്നാമതായിട്ട് വേണ്ടത് സെൽഫ് അവയർനെസ് ആണ്. രണ്ടാമത്തത് സെൽഫ് റെഗുലേഷൻ ആണ്. മൂന്നാമത്തത് സെൽഫ് മോട്ടിവേഷൻ ആണ്. നാലാമത്തത് എംപതി ആണ്. അഞ്ചാമത്തത് സോഷ്യൽ സ്കിൽസ് ആണ്. ഈ ഒരു 5 കാര്യങ്ങളിലൂടെയാണ് ഡാനിയൽ ഗോൾമാൻ നമ്മൾ ഈ ഒരു ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്ന 5 സ്കിൽസ് എന്ന് പറയുന്നത്. അതായത് സെൽഫ് അവയർനെസ്. ഒരു മനുഷ്യന് ഏറ്റവും ആദ്യം വേണ്ടത് അവനവനെ കുറിച്ച് അറിയണം. എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ കറന്റ് സ്റ്റേറ്റ്? ഇപ്പൊ നമ്മൾ എന്താണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്? ഈ ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ഈ ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റൊരാളുമായിട്ട് സംസാരിക്കുമ്പോൾ അതെങ്ങനെയാണ് പ്രതിഫലിക്കുക? അല്ലെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ടാണോ? അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആയിട്ടാണോ അദ്ദേഹത്തിന് തോന്നുക എന്നുള്ളതാണ്. നമുക്ക് എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നാണ്. അപ്പോ സെൽഫ് അവയർനെസ്, നമ്മൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇമോഷണൽ ഇന്റലിജൻസിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. രണ്ടാമതാണ് സെൽഫ് റെഗുലേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് റെഗുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ ഒരുപാട് റെഗുലേഷൻസും കാര്യങ്ങളും നമ്മൾ ഓരോ ജീവിതത്തിൽ ഒരുപാട് റെഗുലേറ്റ് ചെയ്തു പോകുന്നവരാണ്. അപ്പൊ സെൽഫ് റെഗുലേഷൻ, നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നതാണ്. അത് മറ്റുള്ളവരിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണം. പിന്നെ സെൽഫ് മോട്ടിവേഷൻ, നമ്മൾ തന്നെയാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ പറയാറുണ്ട് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആൻഡ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയാറുണ്ട്. അപ്പൊ അതിൽ ഇൻട്രിൻസിക് ആയിട്ട് നമ്മളാണ് നമ്മളെ പുഷ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഒരു കാര്യമാണ് സെൽഫ് മോട്ടിവേഷൻ. നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നതിനും അതേപോലെ തന്നെ നമുക്ക് നല്ല റിലേഷൻഷിപ്സ് ഉണ്ടാക്കിയെടുക്കുന്നതിനും അതിൽ നമുക്ക് മോട്ടിവേഷൻ ആവശ്യമാണ്. അത് നമ്മൾ തന്നെയാണ് ഒരു ഇൻട്രിൻസിക് ആയിട്ട് ചെയ്യേണ്ടത്. പിന്നീട് പറയുന്നതാണ് എംപതി. നമുക്ക് എല്ലാവർക്കും സിമ്പതി തോന്നാറുണ്ട്, ഇല്ലേ? ഇപ്പൊ സിമ്പതി, ഇപ്പോ നമുക്കൊരു ഉരുൾപൊട്ടൽ ഉണ്ടായാലോ അല്ലെങ്കിൽ ഒരു ദുരന്തം ഒരാൾക്ക് വരുമ്പോഴോ നമുക്ക് അയാളോട് തോന്നുന്നത് സിമ്പതിയാണ്. പക്ഷെ ഒരു മനുഷ്യന് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത് എംപതി ആണ് എന്ന് ഞാൻ പറയുന്നു. കാരണം സിമ്പതി എന്ന് പറയുന്നത് നമുക്ക് ഒരാൾക്ക് മറ്റൊരാളോട് തോന്നുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പ്രയോജനമൊന്നുമില്ല. അതൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണ്. ആവശ്യമാണ്, ആവശ്യമല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനേക്കാൾ നമുക്ക് വേണ്ടത് എസ്പെഷ്യലി നമ്മളൊരു റിലേഷൻഷിപ്സിലൊക്കെ നമുക്ക് വേണ്ടത് എംപതിയാണ്. കാരണം അതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കാര്യങ്ങളെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് ഈ അതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും? അപ്പൊ എനിക്ക് ഒരു കാര്യം ശരിയാണ് എന്ന് തോന്നുന്നത് മറ്റൊരാൾക്ക് ആ കാര്യം ശരിയാവണമെന്നില്ല. സോ അയാളുടെ അഭിപ്രായത്തെയും കൂടി നമ്മൾ മാനിക്കേണ്ടതുണ്ട്. സോ ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെയാണ് നമ്മൾ എംപതി എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു എംപതി ഉണ്ടാവുക എന്നുള്ളതും ഇമോഷണൽ ഇന്റലിജൻസിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് ലാസ്റ്റ് പറയുന്നത് സോഷ്യൽ സ്കിൽസ് ആണ്. എന്താണ് ഈ സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത്? അത് നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ നേടിയെടുക്കുന്നതാണ്. ഇപ്പൊ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്കിൽസ് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇമോഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സ്കില്ല് എത്രത്തോളം, ഇപ്പൊ നമുക്ക് ഓവറായിട്ട് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നവരെ നമ്മുടെ സമൂഹം അംഗീകരിക്കണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എന്താണ് ആ ഒരു സ്കിൽസ് എന്ന് പറയുന്നത്, നമ്മൾ ആ സൊസൈറ്റിയുമായിട്ട് ഇടപഴകുന്നതിലൂടെയാണ് നമ്മൾ മെയിൻലി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ ഒരു 5 കാര്യങ്ങളാണ് നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. വൺസ് അഗൈൻ ഞാൻ ഒന്നുകൂടി പറയാം, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ. ഒന്ന്, നമുക്ക് നമ്മളെ പറ്റി അറിയാം, നമ്മുടെ വികാരം എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് സെൽഫ് റെഗുലേഷൻസ് എന്ന് പറയും. സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത് അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ എന്താണ് നമ്മുടെ വികാരത്തെ റെഗുലേറ്റ് ചെയ്യുക.
അല്ലെങ്കിൽ അതിനെ എത്രത്തോളം നമുക്ക് എക്സ്പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഏത് ലിമിറ്റ് വരെ നമുക്ക് എക്സ്പ്രസ് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് നമ്മുടെ ഇമോഷൻസിന്റെ മുകളിൽ നമുക്കൊരു കൺട്രോൾ ഉണ്ടാവും. അതാണ് സെൽഫ് റെഗുലേഷനിൽ പറയുന്നത്. ആൻഡ് ദ തേർഡ് വൺ ആണ് സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ആണ് എന്ന് നമ്മളെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ എംപതി. എംപതി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. നമുക്ക് എല്ലായ്പ്പോഴും നമ്മൾ നമ്മുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് കാര്യങ്ങൾ നോക്കിക്കാണുന്നത്. പക്ഷെ അത് മറ്റൊരാളെ എങ്ങനെ കാണുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ്, ആ ഒരു ഇതിനെയാണ് നമ്മളൊരു എംപതി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കാര്യങ്ങൾ നോക്കി കാണുമ്പോൾ നമുക്ക് ഒരുപാട് പെർസ്പെക്റ്റീവിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് ലാസ്റ്റ് പറയുന്നതാണ് സോഷ്യൽ സ്കിൽസ്. സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ നിരന്തരമായിട്ടുള്ള ഇടപഴകലുകളിലൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ് സോഷ്യൽ സ്കിൽ എന്ന് പറയുന്നത്. അതൊരിക്കലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. നമ്മൾ നിരന്തരമായിട്ട് ഇടപഴകുന്ന സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് അത്തരത്തിൽ എത്രത്തോളം ഇമോഷൻസ്, അത് ഓരോ സമൂഹവുമായിട്ട് വരുമ്പോഴും അത് വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഇടപഴകുന്ന സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഒരു 5 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇമോഷണൽ ഇന്റലിജൻസ് പറയുന്നത്. ഇനി നമുക്ക് വീണ്ടും റേച്ചലിന്റെയും മൈക്കിന്റെയും കേസിലേക്ക് വരാം. അപ്പൊ റേച്ചലും മൈക്കും തമ്മിൽ ഉണ്ടായിരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് എംപതി എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം അതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന്, അതായത് റേച്ചൽ, മൈക്ക് എന്ന് പറയുന്ന 2 പേര് ഇവർ അഗാധമായ പ്രണയത്തിലാണ്. പക്ഷെ ഇവർക്ക് ഒരിക്കലും പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. അല്ലെങ്കിൽ റേച്ചൽ മൈക്കിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും മൈക്ക് റേച്ചലിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നും കാര്യങ്ങളെ മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ളതാണ് അവരുടെ റിലേഷൻഷിപ്സ് ബ്രേക്ക് ചെയ്യാനുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. അവർ സ്ട്രഗിൾ ചെയ്തതും അതുകൊണ്ടാണ്. കാരണം ഒട്ടും ഓക്കെ അല്ലാത്തൊരു സമയത്താണ് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിച്ചിരുന്നത്. കാരണം ഇവർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള ബോധം ഇവർക്ക് ഉണ്ടായിരുന്നില്ല. ഇവർക്ക് ഇവരുടെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മോട്ടിവേഷൻ ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ എംപതി ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഇവർക്ക് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, ഇമോഷൻസ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള സോഷ്യൽ സ്കിൽസും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതിൽ ഏറ്റവും ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് ഒരു സമയത്ത് ഒരു പരിധി കഴിഞ്ഞപ്പോ പെട്ടെന്ന് റേച്ചൽ പറയുകയാണ്, നമുക്കൊരു ബ്രേക്ക് എടുക്കാം, എന്നിട്ട് ഞാൻ ഓക്കെ ആവുന്ന സമയത്ത് നമുക്ക് ഇതേക്കുറിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പൊ ഒരു റിയലൈസേഷൻ ഉണ്ടാവുകയാണ്. ആ ഒരു പ്രാക്ടീസ് ചെയ്തതോട് കൂടിയിട്ട് ഇവര് തമ്മിലുള്ള പ്രോബ്ലംസ് കമ്മിയായി വരാൻ തുടങ്ങി. കാരണം ഓക്കെ അല്ലാത്ത സമയത്ത് പരസ്പരം സംസാരിക്കുന്നതിൽ നിന്ന് അവര് ഗ്യാപ്പ് എടുക്കാൻ തുടങ്ങി. എന്നിട്ട് ഓക്കെ ആവുന്ന സമയത്ത് ആ വിഷയത്തെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അവർ സംസാരിച്ചു. പ്രോബ്ലംസ്, അങ്ങനെ ആർഗ്യുമെന്റ്സും കാര്യങ്ങളും അവരുടെ ലൈഫിൽ കുറയുകയാണ് ഉണ്ടായത്. ഇതിന് അവര് ഒരു കൗൺസിലറുടെ സഹായം തേടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് പിന്നീട് അവർ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് ഏറ്റവും സുദൃഢമായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പൊ ഒരു നമ്മൾ ഭാര്യ ഭർത്തൃ ബന്ധമായിക്കോട്ടെ, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളായിക്കോട്ടെ, നമ്മൾ എവിടെ നിന്ന് സംസാരിക്കണം, അല്ലെങ്കിൽ എന്ത് സംസാരിക്കണം, എപ്പോൾ, ഏത് അവസ്ഥയിൽ സംസാരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ ഏറ്റവും മൂഡ് ഓഫ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു തമാശ കേൾക്കാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. പകരം നമുക്കൊരു സാന്ത്വനത്തിന്റെ, അല്ലെങ്കിൽ നമുക്കൊരു കരുതലിന്റെ വാക്കുകൾ കേൾക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുക. അപ്പോ അത് മനസ്സിലാക്കുന്നവർക്കാണ് ഏറ്റവും നല്ല റിലേഷൻഷിപ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. കാരണം ഒരാളാകെ തകർന്നിരിക്കുമ്പോൾ നമ്മൾ അയാളോട് പോയിട്ട് കോമഡി പറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ്, അതാണ് നമ്മൾ പറയുന്നത് ഒരു സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത്. നമുക്ക് ഒരാളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ മനുഷ്യനെ വായിക്കുക എന്നുള്ളത് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എളുപ്പമല്ല,
നമുക്കത് കാലക്രമേണ മാത്രം പറ്റുന്ന ഒന്നാണ്. കാരണം നമ്മൾ നിരന്തരമായിട്ട് ആളുകളെ ഒബ്സർവ് ചെയ്യുകയും നമ്മൾ നിരന്തരമായിട്ട് ആളുകളുമായിട്ട് ഇടപഴകുകയും ചെയ്യുന്നതിലൂടെ മാത്രമാണ് ഒരാളുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്താണ് എന്ന് ഒരു പരിധി വരെയെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ പെരുമാറുമ്പോഴാണ് നമുക്ക് നല്ല റിലേഷൻഷിപ്സ് ഉണ്ടാവുന്നത്. അപ്പോഴാണ് നമുക്ക് ഇമോഷണൽ ഇന്റലിജൻസ് ഉണ്ടാവുന്നത്. അയാൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതനുസരിച്ച് സംസാരിക്കുക എന്നുള്ളത് റിലേഷൻഷിപ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്കൊരു റിലേഷൻഷിപ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനും അതേപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ അതിനെ മാനേജ് ചെയ്യാനും നമുക്ക് പറ്റുകയുള്ളൂ. ഇപ്പൊ അതിൽ ഏറ്റവും ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഇമോഷണൽ അറ്റാച്ച്മെന്റ്, പാരന്റ്സുമായിട്ട് ഇമോഷണൽ അറ്റാച്ച്മെന്റ്. ഇപ്പൊ ഒരു കുട്ടീനെ, ആ കുട്ടിയുടെ കഴിവ് എന്താണ്, ആ കുട്ടിയുടെ എബിലിറ്റി എന്താണ് എന്നറിയാതെ നമ്മൾ ആ കുട്ടീനെ നിരന്തരമായിട്ട് ഒരു കാര്യം ചെയ്യാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ആ കുട്ടീനെ നിരന്തരമായിട്ട് പണിഷ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരിക്കലും ആ കുട്ടിക്ക് ആ ഒരു മാതാപിതാക്കളോട് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ല. കാരണം എന്താണ് അവന്റെ ഇമോഷൻസ് എന്നുള്ളത് അവിടെ ഒരിക്കലും അവര് അഡ്രസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് മിക്ക പാരന്റിങ്ങും ടോക്സിക് ആയിട്ട് വരുന്നത്. എന്താണോ പാരന്റ്സ് ആഗ്രഹിക്കുന്നത് അതാണ് കുട്ടികളിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പാരന്റിങ് പ്രോബ്ലംസ് അറൈസ് ചെയ്യുന്നത്, ഒരു ടോക്സിക് പാരന്റിങ്ങിലേക്കൊക്കെ പോകുന്നത്. എസ്പെഷ്യലി ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളൊക്കെ അവര് കുട്ടികളാണെങ്കിൽ കൂടിയും ഇന്നൊക്കെ അവര് ജനിച്ചു വീഴുന്നത് തന്നെ ഓരോ വ്യക്തികളായിട്ടാണ്. നമ്മൾ ആ ഒരു വ്യക്തിത്വത്തെ നമ്മൾ ബഹുമാനിക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ നമ്മൾ പറയുന്ന എംപതി, അതായത് കുട്ടികളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നതും അനലൈസ് ചെയ്യുന്നതും. അപ്പൊ നമ്മൾക്കൊക്കെ സംശയം തോന്നുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് കുട്ടികൾ പോയിട്ട് സൂയിസൈഡ് ചെയ്യുന്നു? നമ്മൾ അതിന്റെ റീസൺസിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ആ കുട്ടിയുടെ വ്യക്തിത്വത്തെ വ്യക്തിത്വത്തെ മുറിവേൽപ്പിക്കപ്പെടുമ്പോഴാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രവർത്തികളിലേക്ക് കുട്ടികൾ പോകുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പൊ നമ്മൾ പറയും ടിവിയുടെ റിമോട്ട് കൊടുക്കാഞ്ഞിട്ടൊക്കെയാണല്ലോ ചിലർ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നത്. ഒരുപക്ഷെ അതൊരു റീസൺ ആയിരിക്കാം ചിലപ്പോൾ ടിവി. പക്ഷെ അത് ആ കുട്ടിയുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് ഒരു വിഷയമാണ്. ഒരുപക്ഷെ ഇന്ന് നമുക്കറിയാം, നമ്മുടെ ഒരു പാരന്റിങ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഭയങ്കര പാമ്പറിങ് ആയിട്ട് കുട്ടികളെ വളർത്തും, അല്ലെങ്കിൽ ഭയങ്കര ടോക്സിക് ആയിട്ട്. ഇത് രണ്ടും രണ്ടിന്റെ എക്സ്ട്രീം ആണ്. അപ്പൊ അത്തരത്തിലുള്ള പാമ്പറിങ്ങും പ്രശ്നമാണ്, അതേപോലെ തന്നെ എക്സ്ട്രീം ആയിട്ടുള്ള ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള, എപ്പോഴും നമ്മളൊരു നെഗറ്റീവ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് പറയുമ്പോഴുമുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് രണ്ടിന്റെയും നമ്മളൊരു ഇൻ ബിറ്റ്വീൻ ആയിരിക്കണം നമ്മളുടെ പാരന്റിങ് എന്ന് പറയുന്നത്. വല്ലാണ്ട് പാമ്പറിങ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഫെയിലിയേഴ്സിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നില്ല. കാരണം തോൽവി എന്ന് പറയുന്നത് വളരെ വലിയൊരു തെറ്റാണ്. അല്ലെങ്കിൽ തോൽക്കാൻ ഇന്നത്തെ കുട്ടികൾക്ക് പലപ്പോഴും പറ്റുന്നില്ല. കാരണം ഇമോഷൻസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. ഇമോഷണൽ മാൽ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവുന്നു. ഇതൊക്കെ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും ഒരു ഇമോഷണൽ സൈഡിന് നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നില്ല. നമ്മൾ ഐക്യുവിനെ പറ്റിയിട്ടും എങ്ങനെ ഐക്യു കൂട്ടാം എന്നുള്ളതിനെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ സംസാരിക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇമോഷൻസിനെ പറ്റിയിട്ട് നമ്മൾ അധികം സംസാരിക്കാറില്ല. ഇമോഷൻസിനെ പലപ്പോഴും നമ്മൾ അതിനെ ഒരു പരിധി വരെ നമ്മൾ അത് സപ്രസ് ചെയ്തിട്ട് നിർത്താറുണ്ട്. പക്ഷെ ഒരിക്കലും അത് നമുക്കൊരു പോസിറ്റീവ്, ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസിനെ നമ്മൾ അടിച്ചമർത്തുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നമുക്ക് ഉണ്ടാക്കും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് കുറച്ചുകൂടി കൂടുതലായിട്ട് നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിന് ഈ ഒരു മോഡേൺ സൊസൈറ്റിയിൽ വളരെയധികം പ്രാധാന്യമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു 5 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ, അതായത് സെൽഫ് അവയർനെസ്, സെൽഫ് റെഗുലേഷൻ, സെൽഫ് മോട്ടിവേഷൻ, എംപതി, സോഷ്യൽ സ്കിൽസ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ, ഈ ഒരു 5 കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ ഈ ഒരു കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഏറ്റവും സുദൃഢമായിട്ട് ഏറ്റവും നല്ല റിലേഷൻഷിപ്സിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും
ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.